നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമായിട്ടുള്ള അവരുടെ കറൻറ്റ് എനർജി സിറ്റുവേഷൻസ് ആണ് കേട്ടോ. അവരെന്താണ് തേർഡ് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അവരെന്താണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻ അവസാനിക്കുന്നതാണോ മുന്നോട്ടേക്ക് പോകുന്നതാണോ എന്നുള്ളൊരു എനർജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് ഏത് പേഴ്സണിന് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ളൊരു റീഡിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ജനറൽ റീഡിങ്സ് ആണ്. നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആകുന്നത്. പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് റീഡിങ്സിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാതെ ഒന്നും റീഡിങ്സ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ ആളുകൾ കാണുമ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്, എന്താണ് എങ്ങനെയാണെന്നുള്ളത്. പ്ലസ് പിന്നെ നിങ്ങൾക്ക് സ്ഥിരമായി കാണുന്നവർക്ക് സ്കിപ്പ് ചെയ്ത് കറക്റ്റ് റീഡിങ്സ് എൻ്റെ ആ ഒരു ടൈമിംഗ് അറിയാമല്ലോ, ഒരു മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റിൻ്റെ അടുത്തേ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയുന്നുള്ളൂ. അത് കഴിയുന്നത് തൊട്ട് നിങ്ങൾ കണ്ടോളുക കേട്ടോ. അതുപോലെ തന്നെ അതല്ലാണ്ട് സ്ഥിരമായിട്ടൊരു കാര്യം തന്നെ പറയുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെന്തായാലും ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കണം. വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാനായിട്ടല്ലല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുക. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. പേഴ്സണൽ റീഡിങ്സിന് പേയ്മെൻ്റ് ഉണ്ട്, ആവശ്യമുള്ളവർ മാത്രം അത് കണക്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പ്രാധാന്യമായിട്ട് പറയാനുള്ളത് യൂട്യൂബിനകത്തിടുന്ന ജനറൽ റീഡിങ്സ് ആണ്. അത് നിങ്ങളെ കണക്റ്റ് ചെയ്തതല്ല, നിങ്ങളാണത് കണക്റ്റ് ചെയ്തെടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക കേട്ടോ. കാരണം ഈ അഫർമേഷൻസ്, ഈ റൈറ്റ് ഹീലിംഗ്, ഇതൊക്കെ സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമാണ്. പിന്നെയും വാട്സപ്പിൽ വന്നിട്ട് അതെങ്ങനെ ചെയ്യണേ, അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പം നമ്മൾ യൂട്യൂബിൽ ഇത് പറയുമ്പോൾ ഇതിനകത്ത് വന്ന് ആളുകൾ നെഗറ്റീവ് കമൻറ്റ് ഇടും, നിങ്ങൾ സ്ഥിരം ഒരു കാര്യം തന്നെ പറയുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, വാട്സപ്പിൽ വന്ന് ഇന്ന് ഓരോ വ്യക്തികളോട് ഇരുന്ന് പറയാൻ പറ്റുന്ന ഒരു സമയമോ സിറ്റുവേഷൻസോ നമുക്ക് ആർക്കും തന്നെ ഉണ്ടാവില്ല. അത് സ്ഥിരമായി കഴിയുമ്പോൾ ഒരു ദിവസം 2 ദിവസം നമുക്കൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, 1-2 വ്യക്തികൾക്ക്. ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജനറൽ റീഡിങ്സിൽ അതൊക്കെ കണക്റ്റ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് ഉറപ്പുള്ളവരും അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും മാത്രം ഈ റീഡിങ്സ് കാണുക കേട്ടോ. ജസ്റ്റിസ് എനർജിയാണ് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത്. ജസ്റ്റിസ് എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് പറയാൻ സാധിക്കുന്നത്, ശരിക്കും അവരൊരു കർമ്മ എനർജിയിൽ നിൽക്കുകയാണ്. കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻസാണ് തേർഡ് പാർട്ടി എനർജിയിൽ. തേർഡ് പാർട്ടി എനർജിയിലേക്ക് നമുക്ക് എനർജി കണക്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്, നിങ്ങളുടെ പേഴ്സൺ കൂടാതെ മറ്റ് സിറ്റുവേഷൻസുകൾ തേർഡ് സിറ്റുവേഷൻസ് പോലെയും തേർഡ് പാർട്ടി പോലെയും നിങ്ങളുടെ വ്യക്തിക്കിടയിലുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നതായിട്ടും ഒരു പക്ഷേ തേർഡ് പാർട്ടിയിൽ നിന്നും ശക്തമാകുന്ന ഒരു ചീറ്റിങ്, അതൊരു പക്ഷേ പ്രവൃത്തി കൊണ്ടാവാം, കമ്മ്യൂണിക്കേഷൻ കൊണ്ടാവാം, ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുമാണ് നമുക്ക് ഈ എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അവരൊരു ഇംബാലൻസിങ് എനർജി നിൽക്കുകയാണ്. എങ്ങനെ ബാലൻസ് ചെയ്യും, എന്ത് തീരുമാനം എടുക്കണമെന്നുള്ള ഒരു സ്തംഭന അവസ്ഥയും നിങ്ങളുടെ പേഴ്സണിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പാസ്റ്റിലേക്ക് അവർ തിരിഞ്ഞു നോക്കേണ്ടി വരുന്ന, ഒരു പക്ഷേ അവരിപ്പോൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതൊരു പക്ഷേ നിങ്ങളോട് അവർ ചെയ്തിട്ടുള്ള ചില പ്രവർത്തികളാവാം. നിങ്ങളെ ശരിക്കും അവഗണിക്കുകയും അപമാനിക്കുകയും നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസുകളൊക്കെ ഈ ഒരു വ്യക്തി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവരത് പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കി ആഴത്തിൽ ചിന്തിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വാല്യൂ ആഴത്തിൽ മനസ്സിലാക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടി എനർജിയിലാണ് ഇപ്പോഴും സ്റ്റിൽ നിൽക്കുന്നതെങ്കിലും പുറകോട്ട് ചിന്തിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചും അവരുടെ പ്രവൃത്തികളെക്കുറിച്ചും അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന പ്രഷ്യസ് ആകുന്ന സിറ്റുവേഷൻസുകളെക്കുറിച്ചും ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നു. പക്ഷേ വളരെയധികം അകലം, അതായത് നിങ്ങൾക്കിടയിൽ വളരെയധികം ഒരു ലോങ് ഡിസ്റ്റൻസ്, അത് മനസ്സുകൊണ്ടാവാം ശരീരം കൊണ്ടാവാം, വലിയ രീതിയിൽ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ഫീലിങ്സിലാണ് നിങ്ങൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മയിലാണ്. കറൻറ്റ് സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പം അവർക്ക് എന്ത് ചെയ്യണം, എങ്ങനെ കാര്യങ്ങളെ ബാലൻസ് ചെയ്യണം, എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള ഒരു ആശങ്കയിലാണ്. അത് അവർ കർമ്മ ബേസിലാണ് നിൽക്കുന്നത്. ശരിക്കും അവർ ചതിക്കപ്പെടുകയായിരുന്നു കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്
അവരെ ഭൗതികപരമായിട്ടാണെങ്കിലും ഫിസിക്കൽ പരമായിട്ടാണെങ്കിലും ഇമോഷണലി ആണെങ്കിലും എല്ലാം അവരുടെ കഴിവിനെ ഇൻ്റലക്ച്വലി പോലും അവരെ ശരിക്കും ചീറ്റിംഗ് ചെയ്തതായിട്ടാണ്. കാരണം അവരുടെ കഴിവിനെ പോലും തേർഡ് പാർട്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെ പേരിനെയും പ്രശസ്തിയെയും അവരുടെ കഴിവിനെയും അവരുടെ പണത്തെയും അവരുടെ ആരോഗ്യത്തെയും എല്ലാം തേർഡ് പാർട്ടി നല്ല രീതിയിൽ ചൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഇവർ തേർഡ് പാർട്ടിയിലേക്ക് പോയതുപോലും ഇവരുടെ കർമ്മ ബേസിലാണ് ഇവർ തേർഡ് സിറ്റുവേഷൻസിലേക്ക് ചെന്ന് പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതൊരു വിവാഹം പോലുള്ള എനർജിയിലേക്ക് പോയവരെയും നമുക്ക് തേർഡ് സിറ്റുവേഷൻസിൽ കർമ്മ ബേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചൊരു വിവാഹം പാർട്ട്ണർ എനർജിയിൽ കണക്ട് ചെയ്താണ് ആ ഒരു കർമ്മ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. ശരിക്കും പേടിക്കപ്പെട്ട് നിൽക്കുന്ന, അതായത് ഭയത്തിൽ പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് നമുക്ക് തേർഡ് പാർട്ടിയുടെ എനർജിയിലേക്ക് നോക്കുമ്പം കാണാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പം ഇംബാലൻസിങ് എനർജിയാണ്. ഒരു രീതിയിലും കാര്യങ്ങളെ ക്ലിയർ ചെയ്യാനോ സമാധാനപരമായിട്ട് ബാലൻസിൽ നിർത്താനോ നിങ്ങളുടെ പേഴ്സണ് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ചുറ്റും അവരെ സംബന്ധിച്ച് അവരെ വാച്ചിങ് ചെയ്യുന്ന, അവരെ വലയം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്രാപ്പ് എനർജിക്കുള്ളിലുമാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടും അതിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റാത്ത വിധമുള്ള പ്രശ്നങ്ങളെ നിങ്ങളുടെ പേഴ്സൺ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ശരിക്കും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ മെയിനായിട്ട് നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പഴയ ലൈഫായിരിക്കാം, അവരെ തേടി വന്നുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ, അവരൊരിക്കലും വാല്യൂ കൊടുക്കാണ്ടിരുന്ന ചില സിറ്റുവേഷൻസുകളുടെ, അവരുടെ കയ്യിൽ വന്നിരുന്ന ആ ഒരു സാമ്പത്തിക ഭദ്രതയാണെങ്കിലും മറ്റു കാര്യങ്ങളെയാണെങ്കിലും അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ചിന്തിക്കാതെ പോയ സമയങ്ങളെയൊക്കെ കുറിച്ച് തന്നെയാണ് അവർ കറൻറ്റ്ലി ചിന്തിക്കുന്നത്. ഫ്യൂച്ചറിലേക്ക് അവർക്കൊരു പ്രതീക്ഷയുണ്ടെങ്കിലും അത് എവിടെ നിന്നാണ്, തെറ്റ് സിറ്റുവേഷൻസിൽ നിന്നാണോ അതോ പുറത്ത് കടന്ന് മറ്റൊരു സിറ്റുവേഷൻസിലൂടെയാണോ നേടിയെടുക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. അവർക്കൊരു ഉറച്ച തീരുമാനമില്ല കേട്ടോ. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിൽ ചിലരെ സംബന്ധിച്ച് മാര്യേജ് എനർജിയാണ് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത്. ഭാര്യഭർത്തൃ ബന്ധം, അതായത് ഒരു പക്ഷേ നിങ്ങളുമായിട്ട് നിന്ന സമയത്ത് വിവാഹം കഴിച്ചതാവാം, അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അവസാനിച്ചു എന്ന് ചിന്തിച്ച് നിങ്ങളിലേക്ക് വന്നതിന് ശേഷം വീണ്ടും റീയൂണിയൻ കണക്റ്റഡ് ആകേണ്ടി വന്നതാവാം. അതുകൊണ്ടായിരിക്കാം അവർക്കിത് എവിടെ നിന്നാണ് എനിക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു സക്സസ് വേണ്ടത്, എനിക്ക് ഒരു സ്ട്രെസ് എനർജിയിൽ നിന്നും ലോസ് എനർജികളിൽ നിന്നും പുറത്ത് കടക്കേണ്ടത് എന്ന് അവർ ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നോക്കുമ്പോൾ 3 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് കേട്ടോ വരുന്നത്. ചിലരെ സംബന്ധിച്ച് തേർഡ് പാർട്ടിയുടെ ഇടയിൽ മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, തേർഡ് പാർട്ടി മറ്റെവിടെയോ ഫോക്കസ്ഡ് ആണ്. അത് നല്ല രീതിയിൽ ഒരു പക്ഷേ തേർഡ് പാർട്ടി എനർജിയിൽ മസ്കുലൻ എനർജിയിലൊക്കെ പെട്ടവരെ സംബന്ധിച്ച് ഇവിടെ ഉള്ളത് ഒഴുകിപ്പോകുന്നതായിട്ട് സാമ്പത്തികപരമായിട്ടും മറ്റു രീതിയിലും മറ്റെവിടെയോ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന പോലത്തെ ഒരു ഫീലിങ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫെമിനിയൻ എനർജിയിലേക്ക് നോക്കുമ്പോൾ മറ്റെവിടെന്നോ ഈ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് പല രീതിയിൽ ലഭിക്കുന്നു. ഫിനാൻഷ്യലി ആണെങ്കിലും മറ്റു രീതിയിലാണെങ്കിലും നല്ല രീതിയിലൊരു വരവുള്ള ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റബിൾ ആകുന്ന മറ്റൊരു സിറ്റുവേഷൻസ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അവിടെ നിങ്ങളുടെ പേഴ്സൺ നഷ്ടപ്പെടുന്നത് വളരെ റോങ് ആയ ഒരു സിറ്റുവേഷൻസിൽ പെട്ടും പോയി അവിടെ ഫെയിലിയർ എനർജിയിൽ നിൽക്കുകയും ചെയ്യണം. ഒരു രീതിയിലും അംഗീകരിക്കപ്പെടാത്തൊരു സിറ്റുവേഷൻസാണ് ഈ വ്യക്തിയുടെ കപ്പ് ഓഫ് ലവ്. ഇവരുടെ സ്നേഹത്തെയെല്ലാം വാല്യൂ കൽപ്പിക്കാതെ അവരുടെ സ്നേഹം പൂർണ്ണമായിട്ടും മറിഞ്ഞു പോയി എന്ന് തന്നെ പറയാൻ പറ്റും, നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ച് തിരിച്ചു പിടിക്കാൻ പറ്റും. പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് വരണം. കാര്യങ്ങളെക്കുറിച്ച് ഒരു ഉറച്ച തീരുമാനമെടുക്കാനുള്ളൊരു വിൽ പവർ എനർജി വരണം. ഇവരെ സംബന്ധിച്ച് ഇവർ വിൽ പവർ എനർജി ഇല്ല. കാരണം അവർക്കൊരു സ്ട്രോങ് തീരുമാനമെടുക്കാനുള്ള പവറില്ല. അതിൻ്റെ കാരണം അവർ കർമ്മയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. കർമ്മ എന്ന് പറയുന്നത് നമ്മൾ ഇത്ര കാലം മുതൽ ഇത്ര കാലം വരെ അത് എക്സ്പീരിയൻസ് ചെയ്തേ പറ്റൂ. അത് വലിയ രീതിയിലോ ചെറിയ രീതിയിലോ ഒക്കെ പല കാര്യങ്ങളും പല ഇൻസിഡൻറ്റുകളും ഉണ്ടാകും. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തേ പറ്റൂ. അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇവർക്കൊരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതായത് തേർഡ് പാർട്ടി എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ ഇവർ
കുറച്ചൊക്കെ അഡിക്റ്റഡ് ആണ്. അവർക്ക് ആ ഒരു ബന്ധത്തിൽ എങ്ങനെയെങ്കിലും ഉന്തിത്തള്ളി കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ്. ഒരു പക്ഷേ സമൂഹത്തെ ഭയപ്പെട്ടിട്ടുമാവാം. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഒരു നിസ്സഹായതയിൽ അവർ ചീറ്റിംഗ് ചെയ്യപ്പെടുന്നു, അവർ വാല്യൂ കൽപ്പിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിട്ടും അവിടെ അങ്ങനെ വേദനിച്ച് നിൽക്കേണ്ടി വരുന്നു. അതായത് ഒരു മരിച്ച വ്യക്തിക്ക് തുല്യമായിട്ട് ജീവിച്ചു പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ എഫേർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ, നല്ലപോലെ അവരുടെ ജീവിതത്തെ പിടിച്ച് നിർത്താനായിട്ട്. ഫിനാൻഷ്യൽ ലോസ് ശരിക്കും ഇവർ അനുഭവിക്കുന്നുണ്ട്. അതായത് പാസ്റ്റിൽ ഇവർ സാമ്പത്തികത്തിന് വാല്യൂ കൊടുക്കാതിരുന്നു എങ്കിൽ ഇപ്പം സാമ്പത്തികത്തിന് വേണ്ടി ഇവർ ഫോക്കസ് ചെയ്യുമ്പം അവിടെ ഒരു കഠിനാധ്വാനം, വളരെയധികം ശക്തമാവുന്ന ഒരു എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട്. ആ എഫേർട്ടിൻ്റെ ഫലം അവരെ സംബന്ധിച്ചൊരു ലോങ് പീരീഡ് അച്ചീവ്മെൻ്റ് ആണ് കേട്ടോ, ഒരു വലിയൊരു നേട്ടമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവിടെ ഹെൽത്ത് പരമായിട്ടും ഈ ഒരു വ്യക്തിനെ നിങ്ങളുടെ പേഴ്സൺ ഒരു ബ്ലോക്കിംഗ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. 9 ഓഫ് വൺസിൻ്റെ എനർജിയാണ്. ശരിക്കും തേർഡ് പാർട്ടി എനർജി മറ്റൊരു സിറ്റുവേഷൻസിലാണ് പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇവരിങ്ങനെ എന്താ പറയുക, ഒന്നുമല്ലാത്ത പോലെ, എന്താ പറയുക, നമുക്ക് മറ്റൊരാളിലേക്ക് അവരുടെ ആ ഒരു എനർജി, ആ വ്യക്തി മറ്റൊരാളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് കണ്ട് വിധിയെ പഴിച്ച് ഒരു പക്ഷേ നിസ്സഹായതയോടുകൂടി ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ അവർ പുറത്തേക്കെങ്ങാനും അവർ നിൽക്കുന്നിടത്ത് നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും മാറിപ്പോയാലോ എന്ന് ചിന്തിക്കുന്ന, ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് ചേഞ്ച് ആയാലോ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയും കാണുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. അവർ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം വിധിക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഇത് വിധിയായിരിക്കാം എന്ന് ചിന്തിച്ച് സ്റ്റക്കായിട്ട് നിൽക്കണോ അതോ ഇതിൽ നിന്ന് ശക്തമായിട്ട് പുറത്ത് കടക്കണോ എന്നുള്ള രണ്ട് ചിന്തകളുടെ ഒരു കൺഫ്യൂസ്ഡ് എനർജി അവരിൽ ബാധിക്കുന്നുണ്ട്. കാരണം തേർഡ് സിറ്റുവേഷൻസ് ഇവരെ ബാലൻസ് ചെയ്തുകൊണ്ട്, ഒരു പക്ഷേ ഇവരോട് വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ആ ഒരു സിറ്റുവേഷൻസിൽ യാചിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു തേർഡ് പാർട്ടിയുടെ സമയത്തിന് വേണ്ടി കാത്ത് നിൽക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസാണ്. ഇവരെ എനർജിയിലേക്ക് നീക്കുമ്പം ഒരു പക്ഷേ നിങ്ങൾ ഒരിക്കലും ഈ ഒരു വ്യക്തിയുടെ ടൈമിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്ത് നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സമയവും സ്വപ്നങ്ങളെയും എല്ലാം നിങ്ങൾ കളഞ്ഞ് നിന്നൊരു ടൈം ഉണ്ടായിരുന്നു കാണും. അത് ഇന്ന് ഇവരിവിടെ കർമ്മ പോലെ നേരിടുന്നുണ്ട്, കർമ്മ എക്സ്പീരിയൻസിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രതീക്ഷയായിരുന്നു, ഒരു സക്സസ് സംഭവിച്ചു, ജീവിതത്തിൽ ഒരു വിജയിച്ചു എന്നുള്ള ഒരു അഹങ്കാരം, അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങളുടെ തേർഡ് പാർട്ടി, നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. ഈ തേർഡ് സിറ്റുവേഷൻസുമായിട്ട് കണക്റ്റഡ് ആയ സമയത്ത് ഇനി ഒന്നും വരാനില്ല, ഇതിനേക്കാൾ വലുതിന് കിട്ടാനില്ല, ഏറ്റവും പ്രഷ്യസ് ആയത്, അതായത് ഞാൻ വിജയിച്ചു, ഞാൻ എല്ലാവർക്കും മുമ്പിൽ വലിയ ഒരു ശക്തമായ വിജയം കൈവരിച്ചൊരു വ്യക്തിയാണ് എന്ന് മതിമറന്ന സമയമുണ്ടായിരുന്നു. പക്ഷെ ഇന്നതിനെ ടോക്സിക്കിനെ, അതായത് ഒരു സമാധാനമുള്ളതിനെ അല്ലാത്തതിനെ ഹോൾഡ് ചെയ്ത് എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ച് ഞാൻ ഓക്കെയാണ്, ഞങ്ങൾ പോസിറ്റീവാണ്, നല്ല രീതിയിലാണ് കാര്യങ്ങൾ കടന്നു പോകുന്നതെന്ന് കാണിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസാണ് കാണുന്നത്. പക്ഷേ ഇമോഷൻസിനെ റിജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഇവരും പതുക്കെ മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും അവരുടെ ഉറക്കം കെടുന്നൊരവസ്ഥ, സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്നുണ്ട്, ആൻസൈറ്റി, വളരെ ഭയം, ഉത്കണ്ഠ തോന്നിക്കുന്നുണ്ട്. എന്താകും ഫ്യൂച്ചർ, എന്താണ് ഈ വന്നിരിക്കുന്നതെന്നൊന്നും അവർക്ക് ഒരു രീതിയിലും മനസ്സിലാവുന്നില്ല. ആകെ വല്ലാതെ ഒരു സ്തംഭന അവസ്ഥയാണ്. എൻ്റെ ജീവിതത്തിൽ എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സ്വയം പഴിച്ച് ഓരോ നിമിഷവും അവർ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ എല്ലാം കാരണം മറ്റൊരിടത്ത് ചെയ്ത കർമ്മ തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. ഒരു പക്ഷേ നിങ്ങളെ ആവാം, അതല്ലെങ്കിൽ മറ്റാരെയെങ്കിലും ആവാം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി ശക്തമാകുന്ന ഒരു ചതി, ഒരു പവർ ലോസിങ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ എനർജി, മറ്റൊരാളുടെ ലൈഫിനെ ഒരു ഇരയാക്കി ഉപയോഗിച്ച് എന്ന സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പം ഒരിടത്ത് ഒരു ഇരുട്ട് സമ്മാനിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിലൊരു ബന്ധന അവസ്ഥ, ഒരു ട്രാപ്പ് എനർജി, അവർക്ക് നിസ്സഹായമാകുന്നൊരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഫലം ഇന്ന് അതേ നാണയത്തിൽ തന്നെ ഈ ഒരു പേഴ്സൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് ഈ ഒരു വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും എല്ലാം ഉപേക്ഷിച്ച്, ഞാൻ പറഞ്ഞില്ലേ, ലോങ് ഡിസ്റ്റൻസ്, എങ്ങോട്ടെങ്കിലും പോകാം,
ഓടിപ്പോകാമെന്നുള്ള ഒരു ശക്തമാകുന്നൊരു ഫീലിങ്സ് ഈ ഒരു വ്യക്തിയിലുണ്ട്. എല്ലാം അവസാനിപ്പിക്കാം എന്നുള്ളൊരു ഫീലിങ്സും എല്ലാം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇമോഷണലി പൂർണ്ണമായിട്ടും അവർ നിസ്സഹായതയിലാണ് നിൽക്കുന്നതായിട്ട് കാണുന്നത്. പിന്നെ ജസ്റ്റ് നമുക്കിവിടെ എംപറർ എനർജിയും കിങ് ഓഫ് പെൻറ്റിക്കിൾസും വന്നതുകൊണ്ട് എല്ലാ തകർച്ചകളെയും അതിജീവിക്കാൻ അവരുടെ ഈഗോയ്ക്ക് കഴിയുന്നുണ്ട്. ഈഗോ എനർജിയിലേക്ക് നോക്കുമ്പം അവർ ശക്തമായിട്ട് തേർഡ് പാർട്ടീനെ ഫോക്കസ് ചെയ്തതാണ്. പക്ഷെ എത്രത്തോളം ഫോക്കസ് ചെയ്തോ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് തലകുത്തനെ അവർ വീണിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത വിധം അവർ ശക്തമായിട്ട് വീണുപോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അവരെ സംബന്ധിച്ച് പുറമെ ഇപ്പം മറ്റുള്ളവർക്ക് കാണുമ്പം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെ പ്രൗഡായിട്ടാണ് നിൽക്കുന്നത്. ബലം പിടിച്ച് വ്യക്തിയുടെ ആ ഒരു നിസ്സഹായത, പെയിൻ പുറത്തേക്ക് മറ്റുള്ളവർ അറിയാത്ത വിധം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അതായത് ഒരു ഒരു ഈഗോ എനർജിയിൽ, സെൽഫിഷ് മെൻറ്റാലിറ്റിയിൽ നിൽക്കുന്നു. പിന്നെ അവരുടെ കരിയർ മേഖലയായാലും അവരുടെ പൊസിഷൻ ആയാലും പ്രൗഡ് എനർജിയിലാണ് കാണാൻ പറ്റുന്നത്. അവിടെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുന്നതായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടി എനർജിയിലേക്ക് നോക്കുമ്പം ഇവരെ ട്രാപ്പാക്കിയതാണ്. ഇവരെ ഫിനാൻഷ്യലി ആണ് ശക്തമായിട്ടും തേർഡ് പാർട്ടി ചൂസ് ചെയ്തിട്ടുണ്ട്. ഇമോഷണലിയും ഫിനാൻഷ്യലിയും നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി ചൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അവരെ അന്ധമായ സ്നേഹത്തെ, നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോട് തോന്നിയ ആഴമുള്ള ഒരു സ്നേഹത്തെ തേർഡ് പാർട്ടി ശരിക്കും അങ്ങ് ഉപയോഗിച്ചു. അവിടെ ഇവരുടെ സ്ഥാനം, മാനം, പേര്, പ്രശസ്തി, ഇവരുടെ ഇമോഷൻസ്, ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും തേർഡ് പാർട്ടി കൊടുക്കാത്ത വിധം ശരിക്കും ചൂസ് ചെയ്തതായിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഫാമിലിയുമായിട്ട് ഇച്ചിരി കൂടുതൽ, പേരൻസും മറ്റു വ്യക്തികളുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നുണ്ടാവാം. സാമ്പത്തികപരമാകുന്ന ഒരു ബുദ്ധിമുട്ട് അവരെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊരു ഫാമിലി അന്തരീക്ഷം അവരുടെ ലൈഫിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും ഫാമിലിയുമായിട്ട് അവരൊരു പുതിയ തുടക്കം, അവിടെയും അവരൊഴിഞ്ഞു മാറി നിന്ന വ്യക്തികളാണെങ്കിൽ കുറച്ചും കൂടി ആഴത്തിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ എല്ലാം കർമ്മഫലമാണ്. ഒരു നിസ്സഹായത മനസ്സിനകത്തുണ്ട്. ലൈഫിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യങ്ങളെ ബാലൻസ് ചെയ്തെടുക്കണം, എല്ലാം തിരുത്തി കറക്റ്റ് ചെയ്യണമെന്നുണ്ട്. സിംഗിൾ എനർജിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ മാര്യേജിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ച് പാസ്റ്റ് എനർജിയിലേക്ക് തിരിച്ച് വരണം, ഫോക്കസ് ചെയ്യണം. അതായത് ഒരു ഹാപ്പി ഫാമിലി പ്രസൻസ്, അതായത് ഒരു പക്ഷേ നിങ്ങളെ ആയിരിക്കാം അവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത്. തിരിച്ചു വരണമെന്നുള്ള, അതായത് പാസ്റ്റിലേക്ക് തിരിച്ചു പോരണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം അവരുടെ ഉള്ളിലുണ്ട്. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജിയാണ്. എല്ലാം വിധിക്ക് വിട്ടുകൊടുക്കുന്നു. അവരുടെ പുതിയ തുടക്കം, അവർ ചെറിയ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. എല്ലാം അവർ ഇന്നലെ വരെ എന്തൊക്കെയാണോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്, എൻ്റെ ലൈഫിൽ വന്ന തെറ്റുകൾ, എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ, ഇതെല്ലാം ക്ലാരിറ്റി വരുത്തി ഒരു പുതിയ തുടക്കമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ചിന്തയെ ബേസ് ചെയ്ത് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് അവർ കാലത്തിന് വിട്ടുകൊടുക്കുന്നു. വിധി പോലെ വരട്ടെ ഇനിയെല്ലാം. ഇനി ഇവരായിട്ടൊരു റിസ്ക്കും അല്ലെങ്കിൽ ഇവരുടേതാകുന്ന സ്ട്രോങ് ആകുന്ന തീരുമാനങ്ങളും കടുത്ത തീരുമാനങ്ങളും ഒന്നും തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ എടുക്കുന്നില്ല. ഞാൻ മുന്നോട്ടേക്ക് പോകുകയാണ്. പുതിയ തുടക്കം, പുതിയൊരു പേഴ്സൺ ആവുകയാണ്, വ്യക്തിത്വത്തിലേക്ക് മാറുകയാണ്. എനിക്ക് വിധിക്കനുസരിച്ച് ലൈഫ് പോകട്ടെ എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസും കാണിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് എനർജി, അതായത് ഈ അനുഭവിക്കുന്ന സ്ട്രെസ്സിൽ നിന്നും ഒന്നിലധികം പ്രശ്നങ്ങളിൽ നിന്നും ഈ വ്യക്തിയെ സംബന്ധിച്ച് പേഴ്സണ് വേണ്ടത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി ഇവരെ മനസ്സിലാക്കുന്ന തരത്തിൽ, ഇവരെ കേൾക്കാൻ പറ്റുന്ന തരത്തിൽ, ഇവരെ അറിഞ്ഞ് ഇവരോടൊപ്പം നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു റീയൂണിയൻ എനർജിയാണ് ഇവരാഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. പാസ്റ്റിലെ ഒരു പേഴ്സണെയാണ് നിങ്ങളുടെ വ്യക്തി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ അത് നിങ്ങളാവാം എന്നുള്ളൊരു എനർജിയാണ്. കാരണം അവർക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നു എന്ന് കാണുന്നില്ല കേട്ടോ. ഒന്നിലധികം വ്യക്തികളുമായിട്ടുള്ള ബന്ധം നമുക്കിവിടെ ഇല്ല. അപ്പം നിങ്ങളെ തന്നെയാണ് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്.
ഫൈവ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ശരിക്കും നഷ്ടബോധമുണ്ട്, അവരുടെ സമയം നഷ്ടപ്പെട്ടത്, അവരുടെ സ്നേഹം, അവരുടെ ഇമോഷൻസ്, അവരുടെ ഹൃദയത്തിലേറ്റ മുറിവുകൾ, ആ മുറിവുകൾക്ക് കാരണമായത് അവരുടെ പ്രവൃത്തിയാണ് എന്നുള്ള തിരിച്ചറിവും അവരുടെ ഉള്ളിലുണ്ട്. എന്താണെങ്കിലും ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജി അവരോടൊപ്പം ഉണ്ടെങ്കിലും അവരൊരു എലോൺ എനർജിയിലാണ്. ഷെയർ ചെയ്യാനും ആരുമില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതുപോലെ അവരുടെ ഒപ്പം സഞ്ചരിക്കാൻ ആരുമില്ല, തീരുമാനങ്ങൾ എടുക്കാൻ ആരുമില്ല. ശരിക്കും ഒരു എലോൺ എനർജിയിൽ, ഒരു നിസ്സഹായതയിലാണ് നിൽക്കുന്നത്. പാസ്റ്റ് എനർജിയെക്കുറിച്ച് ഓർത്ത് തന്നെയാണ് കേട്ടോ അവർ ഏറ്റവും വേദനിക്കുന്നത്. അതായത് അവരുടെ സ്നേഹത്തെ അതേപോലെ സ്വീകരിച്ച ഒരു പേഴ്സൺ ആയിരുന്നു എൻ്റെ പാസ്റ്റ് എനർജിയിലുള്ള വ്യക്തി എന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. ആ ഒരു എനർജിയിൽ, അതായത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മുന്നിലുണ്ടായിട്ട് പോലും നിങ്ങൾ ഈ വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്ത് ഈ വ്യക്തിയുടെ കുറവുകളൊന്നും കാര്യമാക്കാതെ നിങ്ങൾ ഈ പേഴ്സണിൽ ഫോക്കസ് ചെയ്തിരുന്നതാണ്. ആ ഒരു കാര്യം അവർ ശരിക്കും വ്യക്തമായിട്ട് ഇപ്പം ചിന്തിക്കുമ്പം അവർക്ക് വല്ലാതെ ഒരു ഭ്രാന്ത് പിടിക്കുന്ന, ഇമോഷണലി അവർക്ക് അവരോട് തന്നെ വെറുപ്പ് തോന്നിക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. എന്താണെങ്കിലും കർമ്മ ബേസ് ആയിരുന്നു, കാർമിക് റിലേഷൻഷിപ്പിൻ്റെ പ്രസൻസ് അവരുടെ ലൈഫിൽ കാണുന്നുണ്ട്. അതായത് ദുഃഖവും വിരക്തിയും തെറ്റുപറ്റാൻ, അതായത് ഇമോഷണലി പലയിടങ്ങളിലും അല്ലെങ്കിൽ പല തെറ്റുകളും സംഭവിക്കാനുള്ള അബദ്ധങ്ങൾ, അതായത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ ക്ലാരിറ്റി ഇല്ലാതെ വരാനൊക്കെ ഉള്ള യോഗവും, ഇൻഡിസിഷൻ എനർജി, കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു യോഗവും, അവർ ശരിക്കും ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോഴും അതിൻ്റെ റിസൾട്ട് എപ്പോഴും മോശമായി പോകുന്ന ഒരു സിറ്റുവേഷൻസും, ഒരുപാട് വ്യക്തികളുമായിട്ട് വഴക്കും തർക്കങ്ങളും ശത്രുതാഭാവങ്ങളും എല്ലാം ഇവർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു യോഗം ഇവരുടെ ലൈഫിലുണ്ടായിരുന്നു. ഒറ്റപ്പെട്ടു പോകാനായിട്ട്, അതായത് എല്ലാവരും മാറ്റിക്കളയുന്ന, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട പോലെ ലൈഫിന് മുന്നോട്ടേക്ക് പോകാനുള്ള യോഗവും ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ ഒരു കാർമിക് സമയത്തെ ബേസ് ചെയ്ത് വന്നപ്പോഴാണ് ഈ തേർഡ് പാർട്ടി പ്രസൻസ് അതിലേക്ക് കണക്റ്റഡ് ആയതായിട്ട് കാണുന്നത്. അപ്പോൾ അവരുടെ കഷ്ടതയുടെ സമയമാണ്. അതിൽ നിന്നും അവർ ചേഞ്ച് ആകുമ്പം ബാക്കിയെല്ലാം ക്ലാരിറ്റിയിൽ വരും എന്ന് തന്നെയാണ് നമുക്ക് ഈ എനർജിയിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ.